നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജനനം. നമ്മളെല്ലാ ഇന്ത്യക്കാരും ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കും. നമുക്കറിയാം, മഹാത്മാഗാന്ധി ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടും തന്നെ ഇന്നത്തെ ഈ ദിവസം ആചരിക്കപ്പെടുന്നത് അഹിംസാ ദിനമായിട്ടാണ്. അതായത് നോൺ വയലൻസ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു തത്വമായിരുന്നു അഹിംസ. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ അനേകമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിനോടൊപ്പം തന്നെ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് എല്ലാം എതിരായി ഒരുപാട് പോരാടി. പക്ഷേ ഈ പോരാട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അഹിംസ എന്ന വേണ്ടി മാത്രമേ. അഹിംസ, സത്യാഗ്രഹം, സത്യസന്ധത, ഈ 3 കാര്യങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ മഹാത്മാഗാന്ധി തന്നിട്ടുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും മഹത്തരമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിലൊന്നാണ് അദ്ദേഹത്തിന്റെ അഹിംസയും, 2 സത്യസന്ധതയും. ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന വളരെ ചെറിയ 2 കാര്യങ്ങൾ. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസിക്കാതിരിക്കുക, ആരെയും ഹിംസിക്കാതിരിക്കുക, അതായത് വേദനിപ്പിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. ഇത് വളരെ ചെറിയൊരു കാര്യമാണ് അല്ലെ? നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വളരെ ചെറിയ കാര്യം. നമ്മുടെ സഹജീവികളായിക്കോട്ടെ, മറ്റുള്ള ജീവജാലങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആരെയും ഉപദ്രവിക്കാതിരിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മളിൽ തന്നെ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ്. 2 സത്യസന്ധത. എന്നും സത്യസന്ധരായി ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. കാരണം സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെയേറെ മാറ്റങ്ങൾ വരുത്തും. ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ നുണ പറയേണ്ടി വന്നാൽ അതിന് പിന്നെ ആ കാര്യം പറയാൻ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നമ്മൾ അതിന് മേലെ കിട്ടുകയും. അപ്പോൾ അതിലും നല്ലത് എന്നും നമ്മുടെ മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോലെ സത്യസന്ധരായിട്ട് ജീവിക്കുക എന്നതാണ്. പറയാൻ പറ്റുന്നതും കിട്ടുന്ന അവസരങ്ങളിലുമായി എപ്പോഴും നമ്മൾ സത്യസന്ധരായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുകയും വേണം. കാരണം ഈ 2 കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മൾ വലിയ ശ്രമം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം, ഗാന്ധി ജയന്തി ഈ ദിനത്തിൽ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചെറിയ 2 മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന തലമുറകളിൽ ഈ മാറ്റം വരുത്തേണ്ടതാണ്. 1, അഹിംസാവാദികളായി മാറുക, അതായത് ആരെയും ഹിംസിക്കാതിരിക്കുക. 2, സത്യസന്ധരായി മാറുക. എന്നും എവിടെയും നമ്മൾ സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. ഇത് 2ഉം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതാണ് എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഗാന്ധി ജയന്തി ദിനം ആശംസിച്ചുകൊണ്ട്, എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കാനും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ നിർത്തുന്നു. നമസ്കാരം. वतन वतन मेरे आबाद रहे तो, वतन वतन मेरे आबाद रहे तो, वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो, वतन मेरे वतन, ऐ वतन मेरे वतन। तू ही मेरी मंजिल है, पहचान तुझे से, तू ही मेरी मंजिल है, पहचान तुझे से, पहुँचूं मैं जहाँ भी मेरे बुनियाद रहे तो, पहुँचूं मैं जहाँ भी मेरे बुनियाद रहे तो,
वतन आबाद रहे तू। തോക്കും വെടിയുണ്ടയും ഗാന്ധിജിയെ ഇല്ലാതാക്കി. പക്ഷേ കർമ്മത്തിന്റെയും ഇച്ഛയുടെയും ഊർജത്തിന്റെയും ഉറവിടമായ ഗാന്ധിയെ ഇല്ലാതാക്കാൻ വെടിയുണ്ടകൾക്ക് കഴിയില്ല. എന്താണോ രാജ്യത്തെ പൗരന്മാരെ ഗാന്ധി പഠിപ്പിച്ചത്, അതിന് വിപരീത കാര്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധി കാണിച്ചു തന്ന നല്ല മാർഗങ്ങളിൽ കൂടി നടക്കാൻ നമുക്ക് ശ്രമിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നല്ലൊരു മാത്രം ചെയ്യാനും നല്ലതായി നടക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ല നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നല്ലൊരു മാത്രം ചെയ്യാനും നല്ലതായി നടക്കാനും നമ്മെ പണ്ട് പഠിപ്പിച്ചല്ല നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നമുക്ക് നാടിൽ നേരിട്ട് നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ. ഗാന്ധി ജയന്തി ദിനത്തിൽ ഞാൻ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ വീടിന് മുമ്പിലുള്ള വഴിയാണ്, ഇടവഴിയാണ്. ഈ വഴി എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കും, നീറ്റായിട്ട് കിടക്കും. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അനീറ്റാൻറ്റി എല്ലാ ദിവസവും ഈ വഴി അടിച്ചിടും. നമ്മുടെ അനീറ്റാൻറ്റി ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. അനീറ്റാൻറ്റിയെ കാണാൻ വന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അനീറ്റാൻറ്റി. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അനീറ്റാൻറ്റി എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ ഈ റോഡ് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയിടും. ഇന്നലെ വന്നപ്പോഴേക്കും ആൾ പണി കഴിഞ്ഞ് പോയിരുന്നു. അനീറ്റാൻറ്റിക്ക് ഏകദേശം ഓർമ്മയുണ്ട് എത്ര നാളെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന്. അങ്ങനെ കണക്കൊന്നും വെച്ചിട്ടില്ല അല്ലേ? കുറേ കൊല്ലമായി. മറ്റൊരു പ്രത്യേകത, ആൻറ്റി അടിച്ചിട്ട് ഈ ചവറെല്ലാം വാരി കൊട്ടയിലാക്കിയിട്ട് ആൻറ്റിയുടെ വീട്ടിലെ മുറ്റത്ത് പറമ്പിൽ തന്നെ കൊണ്ടുപോയി ഇടാറുള്ളത്. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പറമ്പുള്ള വീടാണ്. ഇലഞ്ഞിക്കൽ ഫാമിലി അംഗമാണ് ആൻറ്റി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് ആൻറ്റി. ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ആൻറ്റി മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് എപ്പോഴും ഇറങ്ങി വരാറുള്ളത്. രാവിലെ വഴിയിൽ ആരും ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അതാണ് വെളുപ്പിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെട്ടമൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് ആൻറ്റി ഇങ്ങനെ അടിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും മിക്കപ്പോഴും വഴിയിൽ. അതുകൊണ്ട് മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് ആളെ ഇറങ്ങി വന്നത്. എന്തായാലും ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തുടങ്ങി അടിച്ച് ഇതൊക്കെ വൃത്തിയാക്കി പിന്നെ അവിടെ അപ്പുറത്തേക്ക് അവിടെ നിന്ന് അടിച്ച് ഇതെല്ലാം വാരിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ പറയുന്ന ആൾക്ക് എന്താ അടിച്ചുകൂടെ എന്ന്. ഞാൻ അടിക്കാറുണ്ട്. ഇപ്പോഴാണെന്നോ, എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കൈ ഒഴിവുള്ളപ്പോഴാണ് ഞാൻ അടിക്കാറ്. അവിടെയാണ് ഈ ആൻറ്റിയുടെ മഹത്വം. ആൻറ്റി എന്നും രാവിലെ, ഈ പ്രായത്തിലും എന്നും രാവിലെ 6 മണിക്ക് അടിക്കാനിറങ്ങും. അത് മഴയുണ്ടെങ്കിൽ മഴ മാറാൻ കാത്തു നിൽക്കും, എന്നിട്ട് മഴ കഴിയുമ്പോൾ അടിക്കും. ഇതാണ് നിസ്വാർത്ഥ സേവനം. ഏതായാലും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ആൻറ്റിയെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. From grade 6.
Today, October 2nd, we are celebrating the birthday of our Mahatma Gandhi. He was born on 2nd October 1869. He is known as the father of nation and sometimes referred his father. He was an honest man and a true lover. His life was an inspiration for all of us. So let us celebrate this day with joy and prosperity. Thank you. Have a great day. Hello everyone. Myself, the Handijat from Kurikan. Today I am going to talk about Mahatma Gandhi. He was born on October 2nd, 1869. He is known as the father of nation and sometimes we call him Bapu. Have a nice day. I am Ajmal. Today, October 2nd, we are celebrating the birthday of Mahatma Gandhi because of his struggle in India. Netaji Subhash Chandra Bose gave the name the father of the nation. He developed his life for India's independence by using the strong weapon non-violence. Gandhi Jayanti is celebrated to remember the Gandhiji's principle of peace and non-violence. In Gandhiji's honor, UN Assembly has announced this day the International Day of Non-Violence. Thank you. കയ്യിൽ മുട്ടമ്പടിയോടെ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മൾ കാണാൻ എത്തുമ്പോൾ നമ്മ ഇത്രയും വളർന്നാലും നാമ പുഞ്ചിരി ഓർമ്മിക്കും നാമ ഭൂമുഖം ഓർമ്മിക്കും. Gandhi is father of India. He led freedom fight. He followed no violence. He loved children. I love Gandhi. नन्हे सा कदम पर जब आए पहली पर नन्हे सा कदम पर जब आए पहली पर हामी हमारी उंगली उससे जलता हमारा प्यार प्रबोल गुरु ब्रह्मा गुरु विष्णु गुरुदेव महेश्वरा गुरु साक्षात परब्रह्म तस्मै श्री गुरुवे नमः. मुश्किल बातें गिरते उड़ते यार समझती है हम जग भी जाए करने को बाखबर लगते हैं होम टीचर ही तो है जमराते साथ रात रहे प्रबोलो सा. ഗാന്ധിജിയുടെ ആത്മകഥ. ഈ പുസ്തകം വായിച്ചാൽ അറിയാം ഗാന്ധിജി ആരായിരുന്നുവെന്ന്. ഏതൊരു ഇന്ത്യക്കാരനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഗാന്ധിജി ആരെയും ശത്രുവായി കണ്ടിരുന്നില്ല. എല്ലാവരിലും ഒരു സ്നേഹിതനെയാണ് ഗാന്ധിജി ദർശിച്ചത്. ഒരു വലിയ സാമ്രാജ്യ ശക്തിയെ തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്നും തുരത്തിയോടിക്കുവാൻ ആ മഹാന് സാധിച്ചു. ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരഭരണത്തിനെതിരെ ജനങ്ങൾ അക്രമാസക്തരായി കല്ലും ആയുധവുമായി അവർക്കെതിരെ പാഞ്ഞെടുത്തപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നമ്മുടെ മാർഗം അക്രമത്തിൻ്റെതല്ല, അഹിംസയുടേതാണ്. ജനങ്ങളെ ശാന്തരാക്കുവാനായി ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിച്ചു. അങ്ങനെ ജനങ്ങൾ ശാന്തരായി. അപ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, ഞങ്ങളുടെ 55,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഗാന്ധി എന്ന ഒരാൾക്ക് സാധിച്ചു. ഐൻസ്റ്റൈൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ്. അത്രയേറെ ലളിതമായ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം നയിച്ച മഹാ അത്ഭുതമായിരുന്നു ഗാന്ധിജി. അതുകൊണ്ടാണല്ലോ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയെ നമുക്ക് കൂടുതൽ അറിയാം. ഈ പുസ്തകം വായിച്ച് ആ വ്യക്തിപ്രഭാവം നമ്മളിലേക്കും പകരാൻ നമുക്ക് ശ്രമിക്കാം.